നമസ്കാരം കൂട്ടുകാരെ. 2020 പുറത്തിറങ്ങിയ ടെയിന്റഡ് എന്ന കനേഡിയൻ ചലച്ചിത്രം രസകരമായ ആക്ഷൻ ചലച്ചിത്രത്തിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ലാൻസ് എന്ന മധ്യവയസ്കനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ലാൻസ് മുമ്പ് ആര്യൻ ബ്രദർഹുഡിലെ ഒരു മെമ്പറായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഒരു ഗ്യാങ്സ്റ്റർ സംഘത്തിലെ മെമ്പർ. ചുറ്റുപാടുകളിൽ പ്രശ്നങ്ങൾ തീർത്തും ഗുണ്ടയായും ജീവിച്ചിരുന്ന ലാൻസ് ഒരു ഘട്ടത്തിൽ ജയിലിൽ പോയി. പിന്നീട് 15 കൊല്ലത്തിനു ശേഷമായിരുന്നു മോചിതനായത്. ജയിലിൽ നിന്ന് വന്ന ശേഷം തന്റെ പഴയ സ്വഭാവവും ജോലിയും ഒക്കെ വിട്ട് നല്ലൊരു രീതിയിൽ ജീവിക്കാൻ ലാൻസ് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജയിലിൽ നിന്ന് തിരിച്ചു വന്നിട്ടും അധികമാരുമായും കമ്പനിയൊന്നുമില്ലാതെ ഒറ്റപ്പെട്ട രീതിയിലായിരുന്നു ലാൻസ് ജീവിച്ചിരുന്നതും. ജീവിക്കാൻ വേണ്ടി ഓരോ ചെറിയ ജോലികളും ലാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും ലാൻസ് ചെയ്തുകൊണ്ടിരുന്നത് വെൽഡിംഗ് ജോലിയായിരുന്നു. കാര്യം സ്വതന്ത്രനായി അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിലും ചുറ്റുപാടുകൾ അറിയാവുന്ന ലാൻസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാവും എന്ന തരത്തിൽ തോന്നലുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും തന്റെ കയ്യിൽ ഒരു തോക്ക് ലാൻസ് തയ്യാറാക്കി വെച്ചിരുന്നു. ഒറ്റപ്പെടലുകൾ ആയതുകൊണ്ട് തന്നെ ലാൻസ് അഭയം പ്രാപിച്ചിരുന്നത് മ്യൂസിക്കിലായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ലാൻസ് തന്റെ അയൽക്കാരിയായ അന്ന എന്ന പെൺകുട്ടിയെ കണ്ടു. അന്ന ഒരു ബാറിൽ സിംഗറായി ജോലി നോക്കുകയാണ്. ഒതുങ്ങി ജീവിക്കുന്ന ലാൻസിനോട് അന്ന ചെന്ന് ഹലോ പറഞ്ഞെങ്കിലും ലാൻസ് വല്ല മൈൻഡ് കൊടുക്കാതെ അവിടെ നിന്ന് പോന്നു. ഇതേ നഗരത്തിന്റെ മറുഭാഗത്ത് ഗ്രേഗർ എന്നു പേരുള്ള മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഗ്രേഗർ ഒരു ഗ്യാങ് ലീഡറാണ്. മയക്കുമരുന്ന് വ്യാപാരമാണ് പ്രധാനമായും അവരുടെ ഗ്യാങ് നടത്തുന്നത്. തന്റെ ഈ മോശം ബാക്ക്ഗ്രൗണ്ട് മറയ്ക്കുവാനും നിയമത്തിന്റെ കണ്ണിൽ പൊടിയിടാനും ഗ്രേഗർ ആഡലീന എന്ന പേരുള്ള ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ആഡലീനയ്ക്കൊപ്പം ഒരു ബേക്കറി നടത്തി ഗ്രേഗർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഡലീനയ്ക്കാണെങ്കിൽ ഗ്രേഗറിന്റെ ഈ മോശം വശമൊന്നും അറിയുകയേ ഇല്ലായിരുന്നു. അന്ന് പതിവ് പോലെ ബേക്കറി ജോലികളൊക്കെ ഒന്ന് ഒതുങ്ങിയ ശേഷം ഗ്രേഗർ ഭാര്യയോട് തനിക്കൊന്ന് പുറത്തു പോകണം, വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ താൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. ഗ്രേഗറിനെ പറ്റി വേറൊന്നും അറിയാത്ത ആഡലീന അതിനെന്താ ഡാർലിംഗ്, പോയിട്ട് വാ എന്നായിരുന്നു ഗ്രേഗറിനോട് പറഞ്ഞത്. ആഡലീന ആത്മാർത്ഥമായിട്ടായിരുന്നു ഗ്രേഗറിനെ സ്നേഹിച്ചിരുന്നതും. ഗ്രേഗർ എന്ന് പോയത് റഷ്യൻ മാഫിയ സംഘത്തെ കാണാനായിരുന്നു. മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഗ്രേഗറിന് സംസാരിക്കാനുണ്ട്. മാഫിയ സംഘത്തിലെ ആളുകളെ കണ്ട് ഗ്രേഗർ പലതരത്തിലുള്ള ആവശ്യത്തിലുള്ള മയക്കുമരുന്ന് വാങ്ങി. പിടിക്കപ്പെടാതിരിക്കാൻ തങ്ങളുടെ വാഹനങ്ങളുടെ അടിയിൽ ഗ്രേഗറും സംഘവും അതൊളിപ്പിക്കുകയും ചെയ്തു. വൈകാതെ ഗ്രേഗറും സംഘവും അവിടം വിട്ട് പോരുകയും ചെയ്തു. അടുത്ത ദിവസം റഷ്യൻ മാഫിയ സംഘത്തിന്റെ നേതാവായ വ്ളാഡിമിറിനടുക്കൽ നിന്ന് ഗ്രേഗറിനും സംഘത്തിലെ മറ്റു ചിലർക്കും മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് കോൾ വരികയാണ്. വ്ളാഡിമിർ കുറച്ചു വലിയൊരാളായതുകൊണ്ട് ഗ്രേഗറിന് അല്പം ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വ്ളാഡിമിറിനെ കാണുവാൻ ഗ്രേഗർ ചെന്നു. ആദ്യം സ്വാഭാവികമായ രീതിയിൽ ഗ്രേഗറിന്റെ ഭാര്യ ആഡലീനയെ പറ്റിയും മറ്റും തിരക്കിയ വ്ളാഡിമിർ പെട്ടെന്ന് ക്ഷുഭിതനാവാൻ ആരംഭിച്ചു. റഷ്യൻ മാഫിയ സംഘത്തിന്റെയും ഗ്രേഗറിന്റെയും ഒക്കെ മയക്കുമരുന്ന് ഡീൽ അവിടുത്തെ ആര്യൻ ബ്രദർഹുഡ് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. മയക്കുമരുന്ന് ബന്ധങ്ങളിൽ കൈകടത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ നോക്കുന്നു. ചതിയിലൂടെ അധികാരം പിടിച്ചെടുക്കാൻ നോക്കുന്നു എന്നായിരുന്നു വ്ളാഡിമിറിന്റെ പരാതി. ആര്യൻ ബ്രദർഹുഡ് എന്ന ആ ഗ്രൂപ്പിനെ തന്നെ ഇല്ലാതാക്കി പ്രശ്നം പരിഹരിക്കണം എന്നും വ്ളാഡിമിർ ഗ്രേഗറിനോട് പറഞ്ഞു. പക്ഷേ ആര്യൻ ബ്രദർഹുഡുമായി ഒരു പ്രശ്നമുണ്ടാക്കണം എന്ന് ഗ്രേഗറിനുണ്ടായിരുന്നില്ല. കാരണം ഗ്രേഗറും ആര്യൻ ബ്രദർഹുഡും തമ്മിൽ നിലവിൽ വിഷയമൊന്നുമില്ല. ഒക്കെ നല്ല രീതിയിലാണ് പോകുന്നത്. പക്ഷേ വ്ളാഡിമിർ ആവശ്യപ്പെടുമ്പോൾ അത്തരത്തിൽ പ്രവർത്തിക്കാതിരിക്കാൻ സാധിക്കുകയുമില്ല. ആര്യൻ ബ്രദർഹുഡ് തന്റെ വ്യാപാരം ഇല്ലാതാക്കിയാൽ അത് ഗ്രേഗറിനെയും ബാധിക്കും, അവർ ഗ്രേഗറിനെയും തേടിയെത്തും എന്ന് വ്ളാഡിമിർ ഗ്രേഗറിനെ ഭയപ്പെടുത്തി. ഇതിനൊക്കെ കൃത്യമായ പരിഹാരമുണ്ടാക്കാൻ ഏറ്റവും നല്ല വ്യക്തി ലാൻസ് ആണെന്ന് പറഞ്ഞ് ലാൻസിനെ പറ്റിയുള്ള വിവരങ്ങൾ വ്ളാഡിമിർ ഗ്രേഗറിനോട് പറയാൻ തുടങ്ങി. ലാൻസ് പണ്ട് ജയിലിലായിരുന്നപ്പോൾ വ്ളാഡിമിറുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലാൻസിനെ ചെന്ന് കണ്ട് ബ്രദർഹുഡിനെ ഇല്ലാതാക്കാൻ ആവശ്യപ്പെടണമെന്നും അങ്ങനാണെങ്കിൽ അവന് പുതിയ ഐഡന്റിറ്റിയും മറ്റൊരിടത്ത് പോയി സുരക്ഷിതമായി ജീവിക്കാനുള്ള പണവും നൽകാം എന്നും ഓഫർ ചെയ്യാൻ വ്ളാഡിമിർ പറഞ്ഞു. തങ്ങൾക്ക് വേണ്ടി അത്തരത്തിൽ ലാൻസ് പ്രവർത്തിച്ചാൽ പിന്നീടുള്ള ജീവിതത്തിൽ അവനൊരു പ്രശ്നവും ഉണ്ടാവില്ലെന്നും സ്വതന്ത്രമായി അവന് ജീവിക്കാം എന്നൊരു കാര്യം കൂടി വ്ളാഡിമിർ പറയുന്നുണ്ടായിരുന്നു. മറുവശത്ത് ലാൻസ് ആകട്ടെ തന്റെ ജീവിതത്തിൽ ഒരു സമാധാനവുമില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. തന്റെ നെഞ്ചിൽ ബ്രദർഹുഡിന്റെ ടാറ്റു ഉണ്ട്. ആ ടാറ്റു കാണും തോറും തന്റെ പഴയ പാസ്റ്റിനെ പറ്റിയും പ്രശ്നങ്ങളെ പറ്റിയും ലാൻസ് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ ടാറ്റു ഇല്ലാതാക്കുവാൻ ലാൻസ് തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി ഒരു ടാറ്റു റിമൂവൽ സ്റ്റുഡിയോയിലേക്ക് ലാൻസ് ചെന്നു. പക്ഷേ ബ്രദർഹുഡിന്റെ ടാറ്റു കണ്ടതും അത് റിമൂവ് ചെയ്യാൻ അവിടുത്തെ സ്റ്റാഫ് ഭയന്ന് വിസമ്മതിക്കുന്നു. ലാൻസിന് മുമ്പിൽ മറ്റു വഴികളും ഉണ്ടായിരുന്നില്ല. അതോടെ ഒന്ന് ശാന്ത
സ്വന്തമാകുവാൻ ലാൻസ് അടുത്തുള്ള ബാറിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് അന്നും മദ്യപിച്ചിരിക്കുമ്പോ അയൽക്കാരിയായ സിംഗർ അന്ന ലാൻസിനടുത്ത് വന്ന് ഹലോ പറഞ്ഞു. പക്ഷേ അന്നയോട് സംസാരിക്കാൻ ലാൻസ് ഒന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒറ്റയ്ക്ക് പോകാനായിരുന്നു ലാൻസിന് താല്പര്യം. ലാൻസ് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോരുകയുമാണ്. ഇയാള് ശരിക്കും ഇങ്ങനെ ഒരു മുരടനാണോ അതോ എന്നോട് മാത്രമാണോ ഇങ്ങനെ എന്നായിരുന്നു അന്ന ചിന്തിച്ചത്. ലാൻസ് അവിടെ നിന്ന് വീട്ടിലേക്കെത്തുമ്പോ ഗ്രേഗറും സംഘവും ലാൻസിനെയും പ്രതീക്ഷിച്ച് അവിടെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. തങ്ങൾ വന്ന കാര്യം ഗ്രേഗർ ലാൻസിനെ അറിയിച്ചു. ആര്യൻ ബ്രദർഹുഡിനെ ലാൻസ് ഇല്ലാതാക്കിയാൽ ആവശ്യത്തിന് പണവും പുതിയ ഐഡന്റിറ്റിയും മറ്റൊരിടത്ത് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും തങ്ങൾ ചെയ്തു നൽകും എന്നായിരുന്നു അവരുടെ ഓഫർ. ആദ്യം അത് കേട്ടതും ലാൻസ് പറയുന്നത് നോ ആണ്. തന്റെ ആ പഴയകാല ജീവിതത്തിലേക്ക് തിരിച്ചു പോവാൻ ലാൻസ് ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല. ആലോചിച്ച് പറഞ്ഞാൽ മതി എന്നു പറഞ്ഞ് ഗ്രേഗറും സംഘവും അവിടെ നിന്ന് പോവാനിറങ്ങുന്നു. ആ സമയമായിരുന്നു ലാൻസിന്റെ അയൽവക്കക്കാരിയായ അന്നയും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അന്നയെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ലാൻസും അന്നയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാകുമോ എന്നൊരു ക്യൂരിയോസിറ്റി ഗ്രേഗറിനും സംഘത്തിനും വരുന്നുമുണ്ട്. ഗ്രേഗറും സംഘവും പോയ ശേഷം ലാൻസ് അന്ന് അന്നയോട് സംസാരിക്കാൻ തീരുമാനിച്ചു. അന്നയ്ക്ക് നല്ലൊരു ശബ്ദമാണുള്ളതെന്നും നിന്റെ പാട്ട് മികച്ചതാണെന്നും പറഞ്ഞ ലാൻസ് ഇവിടെ ഇങ്ങനെ തുടരാതെ നിന്റെ കഴിവുകൾക്ക് നല്ല വാല്യൂ കിട്ടുന്നിടത്തേക്ക് ചേക്കേറാൻ ലാൻസ് അന്നയെ ഉപദേശിച്ചു. ഈ ബാറിൽ ജോലി നോക്കുന്നതല്ലാതെ മറ്റെന്തെങ്കിലും ഓപ്ഷൻ എന്റെ മുമ്പിലുണ്ട് എന്ന് തോന്നുന്നില്ല എന്നായിരുന്നു അന്നയുടെ മറുപടി. പിന്നാലെ ഇരുവരും അവരവരുടെ ഫ്ളാറ്റുകളിലേക്ക് കയറിപ്പോയി. മുറിയിലേക്ക് എത്തിയ ലാൻസ് ഗ്രേഗറിന്റെ ഓഫറിനെ പറ്റി ഒരുപാട് ഇരുന്ന് ആലോചിച്ചു. എന്തു വേണമെന്നതിൽ ലാൻസ് ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഒടുവിലൊരു തീരുമാനമെടുത്ത് ലാൻസ് ഗ്രേഗറെ വിളിക്കുകയാണ്. തനിക്കതിന് താല്പര്യമില്ല, വീണ്ടും കൊലപാതകം തുടരാൻ ഇഷ്ടമില്ല എന്നായിരുന്നു ലാൻസ് പറഞ്ഞത്. പക്ഷെ ലാൻസിന്റെ ആ തീരുമാനം ഏറ്റെടുക്കാൻ ഗ്രേഗർ ഒരുക്കമായിരുന്നില്ല. ഒരു കൊലപാതകി എല്ലായ്പ്പോഴും കൊലപാതകി തന്നെയാണെന്നും റീതിങ്ക് ചെയ്യണമെന്നും ഗ്രേഗർ ആവശ്യപ്പെട്ടു. ലാൻസ് തന്നെ ആര്യൻ ബ്രദർഹുഡിനെ വകവരുത്തണം എന്നും ഗ്രേഗർ വ്യക്തമാക്കി. പക്ഷേ വീട്ടിൽ നിന്ന് ഫോണെടുത്ത് ലാൻസിനോട് സംസാരിച്ച ഗ്രേഗർ ഇതൊക്കെ തന്റെ ഭാര്യ കേൾക്കുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിയിരുന്നില്ല. തന്റെ മുമ്പിൽ വേറെ ഓപ്ഷനൊന്നുമില്ല എന്നതോടെ ലാൻസിന് മനസ്സിലാവുകയാണ്. സമാധാന ജീവിതത്തിന് ഏറ്റവും അവസാനത്തേതെന്ന് കരുതി ഗ്രേഗർ പറഞ്ഞ ഓർഡർ സ്വീകരിക്കുവാൻ ലാൻസ് തീരുമാനിക്കുന്നു. ലാൻസ് അങ്ങനെ അടുത്ത ദിവസം ആര്യൻ ബ്രദർഹുഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ചെല്ലുകയാണ്. പ്രശ്നമൊന്നുമില്ലാതെ അകത്തേക്ക് കടക്കുവാൻ തന്റെ പഴയ ആര്യൻ ബ്രദർഹുഡ് ടാറ്റു വരെ ലാൻസ് കാണിക്കുന്നുണ്ട്. അങ്ങനെ അകത്ത് കടന്ന ലാൻസ് ആര്യൻ ബ്രദർഹുഡിന്റെ അപ്പോഴത്തെ ലീഡറായ തോമസിന്റെ മുമ്പിലെത്തി. തോമസ് ലാൻസിനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ലാൻസ് വന്നതിന്റെ ഉദ്ദേശം പരിശോധിക്കാൻ ആരംഭിച്ചു. ഇതിനിടയിൽ ലാൻസിന്റെ പെരുമാറ്റത്തിലും വരവിലും ഉത്തരങ്ങളിലും ഒക്കെയായി തോമസിന് സംശയവും തോന്നുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ലാൻസ് തോമസിനെ അറ്റാക്ക് ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. പിന്നെ അവിടെ നടന്നത് ഒരു ഏറ്റുമുട്ടലായിരുന്നു. ആര്യൻ ബ്രദർഹുഡിലെ ആളുകളെ കൊലപ്പെടുത്തിയ ലാൻസ് സുരക്ഷിതമായി പുറത്തു കടന്നു. ശേഷം ഗ്രേഗറിനെ കോൾ ചെയ്തു. പണി ഞാൻ തീർത്തിട്ടുണ്ട്. നീ ഓഫർ ചെയ്ത പണവും പുതിയ ഐഡന്റിറ്റിയും പാസ്പോർട്ടും ഒക്കെ എവിടെയാണ് എന്നായിരുന്നു ലാൻസ് ചോദിച്ചത്. ലാൻസിന്റെ ബോർഡിംഗ് ഹൗസിന് മുമ്പിലുള്ള വെന്റിലേഷൻ സിസ്റ്റത്തിൽ അതൊക്കെ മറച്ചുവെക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഗ്രേഗറും പറഞ്ഞു. അവിടെ നിന്ന് പോയ ലാൻസ് ആകട്ടെ അത് മുഴുവൻ കരസ്ഥമാക്കുകയാണ്. അതുമായി വൈകാതെ മറ്റൊരു രാജ്യത്തേക്ക് പോകാനും അവിടെ സ്വസ്ഥമായി ജീവിക്കാനും ലാൻസ് ചിന്തിക്കാൻ ആരംഭിച്ചു. അന്ന് രാത്രിയിൽ തന്റെ പ്രവൃത്തികൾ ലാൻസിനെ വീണ്ടും കുറ്റബോധത്തിലേക്ക് ആഴ്ത്തിയിരുന്നു. പശ്ചാത്താപത്തിന്റെ വഴിയിൽ പോവാനിരുന്ന ലാൻസ് മൊത്തത്തിൽ തിരിഞ്ഞിരിക്കുകയാണ്. തന്റെ ടാറ്റു എങ്ങനെയും ഇല്ലാതാക്കണം എന്നൊക്കെ ലാൻസിന് തോന്നി. ഒരുപാട് മദ്യപിച്ച അയാൾ തേപ്പ് വെട്ടിയെടുത്ത് അത് ചൂടാക്കി നെഞ്ചിൽ ടാറ്റു ഉള്ള ഭാഗത്ത് വെച്ച് പൊള്ളിക്കുകയാണ്. അതിന്റെ വേദനയിലും ആ ആഘാതത്തിലും ലാൻസ് ബോധരഹിതനായി താഴെ വീണു. അബോധാവസ്ഥയിൽ നിന്നുണർന്നപ്പോ നേരം പുലർന്നിരുന്നു. ലാൻസ് തന്റെ വസ്തുക്കളൊക്കെ പാക്ക് ചെയ്തു. ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ സ്റ്റെയർ കേസ് ലാൻഡിങ്ങിൽ അന്ന അവശതയിൽ കിടക്കുന്നത് ലാൻസ് കണ്ടു. ഒറ്റയ്ക്ക് ആ നഗരത്തിൽ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന അന്നയുടെ അവസ്ഥയിൽ ലാൻസിന് അവളോട് ചെറിയ സഹതാപമൊക്കെ തോന്നി. ലാൻസ് അവളെ വീട്ടിലെത്തിച്ച് അവൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ബോധത്തിലേക്ക് വന്ന അന്ന അല്പം ആശ്വാസത്തിലെത്തിയപ്പോ ഈ നഗരത്തിൽ ഇവിടെ നീ എന്താ ചെയ്യുന്നേ എന്ന് ലാൻസ് ചോദിച്ചു. നീ ഇതിനേക്കാൾ ബെറ്റർ ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നും അയാൾ പറഞ്ഞു. പക്ഷെ ഒരു അച്ഛനെ പോലെ ലാൻസ് അങ്ങനെ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത് അന്നയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്റെ അച്ഛനെ പോലെ പെരുമാറരുത്. ചെറുപ്പം തൊട്ടേ എന്റെ സ്വന്തം അച്ഛൻ എനിക്ക് ട്രോമകൾ മാത്രമേ തന്നിട്ടുള്ളൂ എന്നായിരുന്നു അന്നയുടെ മറുപടി. അവിടെ നിന്ന് പോകുന്നതിനു മുമ്പ് ലാൻസ് തന്റെ വൈനൽ റെക്കോർഡ്സിന്റെ കളക്ഷനും മറ്റു കുറച്ച് വസ്തുക്കളും അടങ്ങുന്ന ഒരു പെട്ടി അന്നയുടെ അപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ കൊണ്ടുവച്ചു. കുറച്ച് കഴിഞ്ഞെഴുന്നേറ്റപ്പോ അന്ന ആ ബോക്സ് കണ്ടു. ബോക്സ് എടുത്തുകൊണ്ടുവന്ന് അതിലെ വൈനൽ റെക്കോർഡ് അവൾ മുറിയിൽ പ്ലേ ചെയ്യിപ്പിച്ചു. അതിലെ സംഗീതം അവൾക്കൊരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ലാൻസിനോട് അത് തന്നതിന് നന്ദി പറയണം എന്നൊക്കെ അന്ന ചിന്തിച്ചു. അന്ന പോയി ലാൻസിന്റെ വാതിലിൽ മുട്ടിയെങ്കിലും
അപ്പോഴേക്കും ലാൻസ് പുറത്തേക്കെവിടെയോ പോയി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചെത്തിയാൽ ബാറിൽ വന്ന് തന്നെ മീറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ച് ഒരു കുറിപ്പെഴുതി വാതിലിന്റെ മുകളിൽ ഒട്ടിച്ച് അന്ന അവിടെ നിന്ന് പോന്നു. ഇതേ സമയം മറുവശത്ത് ഗ്രേഗറും ഗ്രേഗറിന്റെ ഗ്രൂപ്പും മയക്കുമരുന്ന് വ്യാപാരത്തെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയായിരുന്നു. അങ്ങോട്ടേക്ക് ടെൻഷനിൽ വ്ളാഡിമിർ കയറി വന്നു. വ്ളാഡിമിർ ഗ്രേഗറിനോട് സംസാരിക്കുകയാണ്. ലേസ് ആര്യൻ ബ്രദർഹുഡിനെ ഇല്ലാതാക്കിയതും തോമസിനെ കൊന്നതുമൊക്കെ ഒരു 10 വയസ്സുള്ള പെൺകുട്ടി കണ്ടിരുന്നെന്നും പോലീസ് നിലവിൽ ആ കുട്ടിയെ നിരീക്ഷിക്കുന്നുണ്ട്. പോലീസിന് വിവരം കിട്ടിയാൽ ലാൻസ് വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ സംഭവിച്ചാൽ അത് നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഏറ്റവും സുരക്ഷിതമായി ചെയ്യാൻ പറ്റുന്നത് ലാൻസിനെ ഇല്ലാതാക്കലാണ്. അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണം, വ്ളാഡിമിർ പറഞ്ഞു. ഗ്രേഗർ ആകെ പ്രതിസന്ധിയിലായി. പക്ഷേ ഗ്രേഗറിന് മുമ്പിലും മറ്റു വഴികളുണ്ടായിരുന്നില്ല. തന്റെ ഗ്യാങ്സ്റ്റർ സംഘത്തോട് ലാൻസിനെ ഇല്ലാതാക്കിയേക്കാൻ ഗ്രേഗർ നിർദ്ദേശം കൊടുക്കുകയാണ്. ആ സമയം ലാൻസിനെ ഇല്ലാതാക്കുമ്പോൾ അയൽവക്കക്കാരി അന്നയെ സൂക്ഷിക്കണമെന്നും അന്നയ്ക്ക് സംശയമുണ്ടാക്കുന്ന തരത്തിൽ ഒന്നും പ്രവർത്തിച്ചേക്കരുത് എന്നും ഗ്രേഗർ പ്രത്യേകം പറഞ്ഞു. അങ്ങനെ ഗ്രേഗറിന്റെ ആളുകൾ ലാൻസിനെ വകവരുത്താനായി ലാൻസിന്റെ ഇടത്തേക്ക് പുറപ്പെടുകയാണ്. പക്ഷേ ആ യാത്രയിൽ ഗ്യാങ്സ്റ്റേഴ്സിന്റെ ഇടയിലും സംസാരം ഉണ്ടാകുന്നുണ്ട്. ബോസിന് വേണ്ടി വർക്ക് ചെയ്ത അയാളാണ് ഇപ്പോ അയാളെ തന്നെ കൊല്ലാൻ പോകുന്നു. ഇത് നീതിപൂർവമാണോ എന്നതായിരുന്നു അവരുടെ ഡിസ്കഷൻ. പക്ഷേ ഉത്തരവ് പാലിക്കാതിരിക്കാൻ അവർക്ക് മുമ്പിലും വഴികളില്ല. ലാൻസിന്റെ അപ്പാർട്ട്മെന്റിന് മുമ്പിലെത്തി അവർ കണ്ടത് അന്ന ഒട്ടിച്ചു വെച്ച നോട്ടായിരുന്നു. നോട്ട് കണ്ടതും അവർ രണ്ടു വഴിക്ക് 2 സംഘമായി പിരിയാൻ തീരുമാനിക്കുന്നു. ലാൻസ് വരുന്നവരെ ഒരു സംഘം ലാൻസിന്റെ അപ്പാർട്ട്മെന്റിന് മുമ്പിൽ വെയിറ്റ് ചെയ്യും. അടുത്തൊരു സംഘമാകട്ടെ അന്ന കുറിപ്പിലെഴുതിയിരിക്കുന്ന ബാറിലേക്ക് പോകും. കുറച്ച് സമയം കഴിഞ്ഞ് ലാൻസ് തന്റെ ബോർഡിംഗ് ഹൗസിലേക്ക് എത്തുകയാണ്. ഫ്ളാറ്റിലേക്ക് കയറാൻ തുടങ്ങിയതും അവിടെ ഉണ്ടായിരുന്ന ഗ്യാങ്സ്റ്റേഴ്സ് ലാൻസിനെ ആക്രമിച്ചു. പെട്ടെന്നുള്ള നീക്കമായതുകൊണ്ട് അവരെ ഡിഫെൻഡ് ചെയ്യാൻ ലാൻസിന് അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് താഴെ വീണ് കിടന്ന അന്ന എഴുതിയ കുറിപ്പ് ലാൻസ് കാണുന്നത്. അന്നയുടെ ജീവിതവും താൻ കാരണം അപകടത്തിലാകുമോ എന്ന് ചിന്തിച്ച ലാൻസ് ആ നിമിഷം അവർക്കെതിരെ തിരിച്ചടിക്കുകയാണ്. ഗ്രേഗറിന്റെ ആ 2 ഗ്യാങ്സ്റ്റേഴ്സിനെ വകവരുത്തി ലാൻസ് അവിടെ നിന്നും നേരെ അന്നയുള്ള ബാറിലേക്ക് പോയി. ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന ഗ്യാങ്സ്റ്റേഴ്സിന്റെ അടുത്ത് നിന്ന് വിവരമൊന്നും കിട്ടാതായതോടെ ബാറിലേക്ക് പോയിരുന്ന ഗ്യാങ്സ്റ്റേഴ്സ് ഒരു തീരുമാനത്തിലെത്തി. 2 പേരിൽ ഒരാൾ തിരികെ പോയി ലാൻസിന്റെ വീട്ടിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താമെന്നും മറ്റൊരാൾ ബാറിൽ വെയിറ്റ് ചെയ്യാം എന്നുമായിരുന്നു അത്. ബോർഡിംഗ് ഹൗസിലേക്ക് എത്തിയ ഗ്യാങ്സ്റ്റർ അവിടെ തന്റെ 2 സഹപ്രവർത്തകർ കൊല്ലപ്പെട്ട് കിടക്കുന്ന കണ്ട് ഉടൻ ഗ്രേഗർ വിളിച്ച് കാര്യമറിയിച്ചു. ഗ്രേഗർ അല്പം പാനിക്കായിരുന്നു. അങ്ങോട്ടേക്ക് നേരിട്ട് പോവാൻ ഗ്രേഗറും തീരുമാനിക്കുകയാണ്. പോകുന്നതിനു മുമ്പ് ഭാര്യയ്ക്ക് അടുത്തു ചെന്ന് താൻ വേഗം തിരിച്ചു വരാം എന്നും ഗ്രേഗർ പറഞ്ഞിരുന്നു. പക്ഷെ അവരുടെ സംസാരത്തിൽ നിന്നും ഗ്രേഗറിന്റെ ഉള്ളിൽ ഭയമുണ്ടെന്നും ചിലപ്പോൾ താൻ തിരിച്ചു വന്നേക്കില്ല എന്നാണ് ഗ്രേഗർ ചിന്തിക്കുന്നത് എന്നും വ്യക്തമാകുന്നുണ്ടായിരുന്നു. ഗ്രേഗറിന്റെ ഭാര്യയാണെങ്കിൽ ഗ്രേഗറിന്റെ സംസാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ വലിയ തോതിൽ സംശയിക്കുകയും ചെയ്തു. മറുവശത്ത് ഇതേ സമയം ലാൻസ് അന്ന പാടുന്ന ബാറിലേക്ക് എത്തുകയായിരുന്നു. ലാൻസിനെ കണ്ടതും അന്ന തന്റെ ഫേവറേറ്റ് പാട്ട് പാടാൻ തുടങ്ങി. അകത്തേക്ക് കടന്നു വന്ന ലാൻസ് ആകട്ടെ അവിടെ ഇരിക്കുന്ന ഗ്രേഗറിന്റെ കയ്യാളിനെ തിരിച്ചറിഞ്ഞു. ജോസഫ് എന്നായിരുന്നു അയാളുടെ പേര്. ജോസഫ് തന്നെ നോക്കിയിട്ടാണ് അവിടെ ഇരിക്കുന്നത് എന്ന് ലാൻസിന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് പോയാൽ ജീവനും കൊണ്ട് രക്ഷപ്പെടാം എന്ന് ലാൻസ് ജോസഫിനോട് പറയുന്നുണ്ട്. പക്ഷെ അവിടെ തുടരാനായിരുന്നു ജോസഫ് തീരുമാനിച്ചത്. കുറച്ചു സമയം പിന്നിട്ടതും ജോസഫിനെ പ്രലോഭിപ്പിച്ച് ലാൻസ് അവിടെ നിന്ന് മാറ്റുകയാണ്. ബാറിന്റെ ഒരിടത്ത് വെച്ച് ലാൻസും ജോസഫും ഏറ്റുമുട്ടി. ഇതേ സമയം അന്നയാകട്ടെ ലാൻസിനെയും ലാൻസിന്റെ കൂടെയുള്ള ജോസഫിനെയും കണ്ട് സംശയം തോന്നിയിരുന്നതുകൊണ്ട് പെർഫോമൻസ് അവസാനിപ്പിച്ച് അവരെ നോക്കി അവർ പോയ ഭാഗത്തേക്ക് ചെന്നു നോക്കിയ അന്ന കണ്ടത് ലാൻസ് ക്രൂരമായ രീതിയിൽ ജോസഫിനെ വകവരുത്തുന്നതായിരുന്നു. അന്ന ആകെ ഷോക്കായി. അന്നയെ സമാധാനിപ്പിക്കാനും കാര്യങ്ങൾ പറയാനും ലാൻസ് പിന്നാലെ ചെന്നെങ്കിലും ലാൻസിനോട് അകന്നു നിൽക്കുവാൻ ഭീതിയോടെ അന്ന പറഞ്ഞു. ആ സമയം ജോസഫ് അന്നയ്ക്കൊരു ത്രെറ്റായിരുന്നു എന്ന കാര്യമടക്കം ലാൻസ് വിശദീകരിക്കുകയാണ്. വേഗം ഒരു ഷെൽട്ടർ കണ്ടെത്തി അവിടെ നിന്ന് മാറുവാനും പോലീസ് സപ്പോർട്ട് തേടുവാനും അന്നയോട് ലാൻസ് പറയുന്നുമുണ്ട്. പുറത്തേക്ക് ഓടിയിറങ്ങിയ അന്ന പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ നിൽക്കുമ്പോൾ അന്ന പിന്നിൽ നിന്നും ആക്രമിക്കപ്പെടുകയാണ്. പീറ്റർ എന്നായിരുന്നു അന്നയെ ആക്രമിച്ച ഗ്യാങ്സ്റ്ററുടെ പേര്. അന്ന തന്റെ കയ്യിലകപ്പെട്ടതും പീറ്റർ ഗ്രേഗർ വിളിച്ച് കാര്യമറിയിച്ചു. അന്ന ഇപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള സാക്ഷിയാണെന്നും അവൾ ജീവിച്ചാൽ പ്രശ്നമാണെന്നും അവളെ വകവരുത്തിയേക്ക് എന്നുമായിരുന്നു പീറ്റർ പറഞ്ഞ വിശദീകരണങ്ങളൊക്കെ കേട്ട് ഗ്രേഗർ അവനോട് പറഞ്ഞത്. നമ്മുടെ കസ്റ്റഡിയിലാണ് അന്നയെന്ന് ലാൻസ് അറിഞ്ഞാൽ ലാൻസ് ക്ഷുഭിതനാവും. നമ്മുടെ ജീവനും അതോടെ പ്രശ്നത്തിലാകും. അതുകൊണ്ട് വൈകിക്കണ്ട, അന്നയെ തീർത്തേക്ക് എന്നായിരുന്നു ഗ്രേഗർ കൂട്ടിച്ചേർത്തത്. നിരപരാധിയായ അന്നയെ കൊല്ലണോ വേണ്ടയോ എന്ന് പീറ്റർ കുറച്ച് കൺഫ്യൂസ്ഡായി. പീറ്റർ കുറച്ച് മനസ്സലിവുള്ള വ്യക്തിയാണ്. പക്ഷേ ഗ്രേഗർ പറഞ്ഞത് ഫോളോ ചെയ്യുകയല്ലാതെ പീറ്ററിന് വഴിയുണ്ടായിരുന്നില്ല. അന്നയെ വെടിവെക്കുന്നതിന് മുമ്പ് പീറ്റർ ലാൻസിനെ വിളിച്ചു. അന്നയെ താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. പിന്നാലെ ഒരു വെടിയൊച്ചയും അവിടെ മുഴങ്ങി
മുഴങ്ങിക്കേട്ടു. ലാൻസിന്റെ കാതിലും ആ വെടിയൊച്ച കേട്ടിരുന്നു. ലാൻസ് ആകെ പാനിക്കായി. വൈകാതെ പീറ്ററെ പിക്ക് ചെയ്യാൻ ഗ്രേഗർ എത്തി. ഗ്രേഗറുടെ കാറിലേക്ക് പീറ്റർ കയറുകയും ചെയ്തു. വൈകാതെ ലാൻസ് ഗ്രേഗറിനെ വിളിക്കുകയാണ്. ലംബർ ഫാക്ടറിയുടെ പിന്നിൽ അവിടെ വെച്ച് മീറ്റ് ചെയ്യാം എന്ന് ലാൻസ് ഗ്രേഗറിനോട് പറഞ്ഞു. ഗ്രേഗറും ആളുകളും അതോടെ ലംബർ ഫാക്ടറിയുടെ ഭാഗത്തേക്ക് ചെന്നു. ഗ്രേഗറിന്റെ ആളുകളെത്തി. പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ലാൻസ് തന്റെ ആക്രമണം തുടങ്ങിയിരുന്നു. ആദ്യഘട്ടത്തെ ഫൈറ്റൊക്കെ കണ്ടപ്പോ തന്റെ ആളുകൾ ലാൻസിനെ അടിച്ചിട്ടിട്ടുണ്ട് എന്നായിരുന്നു ഗ്രേഗർ കരുതിയത്. അതുകൊണ്ട് മറഞ്ഞിരുന്നിടത്തു നിന്നും ഗ്രേഗർ പുറത്തേക്ക് വന്നു. ലാൻസ് കൊല്ലപ്പെട്ട് കിടക്കുന്ന പോലെ ലാൻസിന്റെ വസ്ത്രം ധരിച്ചായിരുന്നു താഴെ ആൾ കിടന്നിരുന്നത്. വൈകാതെ അത് തന്റെ തന്നെ ആളാണെന്നും ലാൻസ് അല്ല കൊല്ലപ്പെട്ടിരിക്കുന്നത്, ലാൻസ് തന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് ഗ്രേഗർ മനസ്സിലാക്കുകയാണ്. പിന്നീട് അധികം വൈകിയില്ല. ഗ്രേഗർ ആക്രമിക്കപ്പെട്ടു. മറുവശത്ത് ഗ്രേഗറിൽ നിന്ന് റിപ്പോർട്ടൊന്നും ഇല്ലാതായപ്പോൾ വ്ളാഡിമിർ വല്ലാതെ ഷോക്കായിരുന്നു. ഗ്രേഗറിന്റെ ഡിസപ്പിയറൻസിനെ പറ്റിയും മറ്റു കാര്യങ്ങൾക്കും ഒരു തെളിവുകളും ഇല്ലാതിരിക്കുവാൻ ഗ്രേഗറിന്റെ ഭാര്യ കൂടി ഇല്ലാതാവണം എന്ന് വ്ളാഡിമിറിന് അറിയാമായിരുന്നു. ആഡലീനയെ കണ്ടെത്തിയ വ്ളാഡിമിർ ആഡലീനയെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുകയാണ്. തന്നിലേക്ക് അതോടെ അന്വേഷണം ഒന്നും എത്തില്ല എന്ന് വ്ളാഡിമിർ ഉറപ്പിച്ചിരുന്നു. ഇതേ സമയം ഒരു സംഭവം നടന്നു. എല്ലാവരും മരിച്ചിരുന്നു എന്ന് വിചാരിച്ചിരുന്ന അന്ന യാഥാർത്ഥ്യത്തിൽ കൊല്ലപ്പെട്ടിരുന്നില്ല. അന്നയെ കൊല്ലാതായിരുന്നു ആ ഗ്യാങ്സ്റ്റർ അവിടെ നിന്ന് പോയത്. പുറത്തേക്കായിരുന്നു അയാൾ ഷൂട്ട് ചെയ്തതും. ബോധം തെളിഞ്ഞപ്പോ അന്ന തന്നെ ബന്ധിപ്പിച്ചിരുന്ന ടേപ്പൊക്കെ അഴിച്ച് അവിടെ നിന്ന് പോരുകയാണ്. ബോർഡിംഗ് ഹൗസിലേക്ക് തിരിച്ചെത്തിയ അന്ന ലാൻസിന്റെ മ്യൂസിക് പ്ലെയറും തനിക്ക് തന്ന ഡിസ്കുകളും ഒക്കെ കണ്ട് ദേഷ്യപ്പെട്ട് ആ പെട്ടിയെടുത്ത് വീടിന്റെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷേ ആ സമയത്താണ് ആ പെട്ടിക്കുള്ളിൽ മ്യൂസിക് ടേപ്പുകൾ മാത്രമല്ല കുറേയധികം പണവും കുറച്ച് കത്തുകളുമുണ്ട് എന്നന്ന മനസ്സിലാക്കുന്നത്. അന്ന നല്ല രീതിയിൽ ജീവിക്കാൻ ലാൻസ് അവൾക്കായി ആ പെട്ടി കൊടുത്തതിലൂടെ ഒരു അവസരം ഒരുക്കുകയായിരുന്നു. അവളോട് നല്ല ജീവിതത്തിന് ശ്രമിക്കണം എന്നൊരു കുറിപ്പും അതിൽ ലാൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ സമയം ലാൻസും ഗ്രേഗറും തമ്മിലുള്ള ഷൂട്ടൌട്ട് തുടരുകയാണ്. രണ്ടുപേർക്കും പരിക്കേറ്റിരുന്നു. ആ ഒരു അവസരത്തിലും തന്നെ ന്യായീകരിച്ച് ഗ്രേഗർ സംസാരിച്ചുകൊണ്ടിരുന്നു. ലാൻസിനത് ഇഷ്ടപ്പെട്ടില്ല. ഗ്രേഗറിന് മുമ്പിലേക്ക് എത്തിയ ലാൻസ് ഗ്രേഗറെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ശേഷം വെടിയേറ്റ് ആ പരിക്കിൽ അവിടെ തുടർന്നിരുന്ന ലാൻസ് അതിജീവിച്ചോ തന്റെ സ്വപ്ന ജീവിതത്തിലേക്ക് മടങ്ങിയോ എന്നൊന്നും വ്യക്തമല്ല. അത് പ്രേക്ഷകർക്ക് വിട്ടുതന്നുകൊണ്ട് ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ ആക്ഷൻ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.